അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? വിഷു ദേ ഇവിടെ അടുത്ത് തുടങ്ങിയില്ലേ? എന്തായി വിഷു ഒരുക്കങ്ങളൊക്കെ? വിഷുക്കോടിയൊക്കെ എടുത്ത എല്ലാവരും? അപ്പോൾ ഇവിടുത്തെ വിഷു ഒരുക്കങ്ങൾ ഇതേ ഡ്രസ്സ് തയ്ക്കുന്നത് വരെ എത്തിയിട്ടുണ്ട്. ഈ ഡ്രസ്സ് തയ്ക്കുന്നത് ലച്ചുമോൾക്കാണ് കേട്ടോ. ഇവിടെ പുറത്തുനിന്നേ പടക്കം പൊട്ടുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് തയ്ക്കുന്നത് ലച്ചുമോൾക്ക് വേണ്ടിയിട്ടാണ്. ഇത്തവണ ഞാൻ പുറത്തുനിന്ന് ആരുടെ കയ്യിൽ നിന്ന് മെറ്റീരിയൽസ് ഒന്നും വാങ്ങിച്ചില്ല, ഒന്നും സ്റ്റിച്ച് ചെയ്യാൻ വാങ്ങിച്ചില്ല. കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് വലിയ സുഖത്തിലല്ല ഞാൻ. കുറേ അസുഖങ്ങളൊക്കെ വന്നു കൂടിയ ഒരു സമയമായതുകൊണ്ട് ആരുടെ കയ്യിൽ നിന്നും ഞാനൊന്നും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചില്ല. പിന്നെ ലച്ചുമോൾക്കുള്ളതും എനിക്കുള്ളതും എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് പതുക്കെ സ്റ്റിച്ച് ചെയ്യാമെന്ന് കരുതിയിട്ട് അതിൻ്റെ പണിപ്പുരയിലാണ് ഇപ്പോൾ. ലച്ചുമോൾക്ക് ഇപ്പോൾ കുറച്ചായിട്ട് ഈ ഷോർട്ട് കുർത്തിയോട് വല്ലാത്തൊരു ഇഷ്ടം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു വിഷുവിന് എനിക്ക് ഷോർട്ട് കുർത്തി മതി എന്നുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ മെറ്റീരിയൽ എടുക്കുക ചെയ്തത്. സ്റ്റിച്ച് ചെയ്യാൻ പിന്നെ ഞാനുണ്ടല്ലോ. ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയണമെന്നുണ്ടെങ്കിൽ നല്ല ലാഭമുള്ളൊരു പരിപാടിയാണ് കേട്ടോ. കാരണം കുട്ടികൾക്കാകുമ്പോൾ 1.5 മീറ്റർ തുണി മതി. പിന്നെ അത് സ്റ്റിച്ച് ചെയ്യാനും നല്ല എളുപ്പം തന്നെയാണ്. അതുകൊണ്ട് വലിയ കാശിന് നഷ്ടമില്ല. ആകെ 1.5 മീറ്റർ തുണിയാണ് ഇപ്പോൾ അവൾക്ക് ഈ ഷോർട്ട് കുർത്തി തയ്ക്കാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. എന്നാലും ഞാൻ ആ തുണീനെ തലങ്ങും വിലങ്ങും മടക്കിയിട്ടിട്ടൊന്ന് അളന്ന് നോക്കും. എങ്ങനെ നോക്കുമ്പോഴാണ് നമ്മുടെ കറക്റ്റ് ലെങ്ത്ത് വരുന്നതെന്നുള്ളത്. അപ്പോൾ അവിടെ കുറച്ച് തുണി ലാഭിക്കാൻ പറ്റുകയാണെങ്കിൽ അതൊരു കാര്യമാണല്ലോ വെച്ചിട്ട് ഒരു ചെറിയൊരു പീസ് കിട്ടുകയാണെങ്കിലും ഞാനത് എടുത്ത് വെക്കും കേട്ടോ. പിന്നീട് നമുക്ക് എന്തിനെങ്കിലുമൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാമല്ലോ എന്ന് കരുതിയിട്ട്. അങ്ങനെ ആദ്യം ഒന്ന് മടക്കിയിട്ട് നോക്കുമ്പോൾ ഞാൻ അതിൻ്റെ ഫുൾ ലെങ്ത്ത് നോക്കിയപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. പിന്നെ നമ്മൾ സാധാരണ ചുരിദാറൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി മടക്കില്ലേ, അതുപോലെ അങ്ങ് മടക്കിയിട്ടിട്ട് അതിൻ്റെ ഫുൾ ലെങ്ത്ത് അങ്ങോട്ട് മാർക്ക് ചെയ്തെടുക്കുകയാണേ. ഫുൾ ലെങ്ത്ത് കിട്ടുന്ന തരത്തിൽ ഞാൻ തുണിയെ 4 അങ്ങ് മടക്കിയിട്ടു. എന്നിട്ട് ഫുൾ ലെങ്ത്ത് ഞാൻ 23 ഇഞ്ചാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. 21 ഇഞ്ച് മതി അവൾക്ക്. പിന്നെ 2 ഇഞ്ച് തയ്യലെത്തുമ്പോൾ കൂടെ ചേർത്തിട്ടാണ് 23 ഇഞ്ച് ഫുൾ ലെങ്ത്തായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ആ മാർക്ക് ചെയ്ത ആ ഒരു പീസ് അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് മാറ്റാം. ഇനി ഇതിൽ ബാക്കി ഷോൾഡറും ആം ഹോളും ചെസ്റ്റ് റൗണ്ടും ഇതൊക്കെ മാർക്ക് ചെയ്യണമല്ലോ. അപ്പോൾ ഇതങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിൽ ആദ്യം ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ ഞാൻ 5.5 ഇഞ്ചാണ് എടുക്കുന്നത്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യലെത്തുമ്പോൾ കൂടെ ചേർത്തിട്ട് 6 ഇഞ്ച് ഷോൾഡർ ഞാൻ മാർക്ക് ചെയ്തു. അവിടെ നിന്ന് താഴേക്ക് നമുക്ക് ആം ഹോളൊക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് പോയിൻ്റ് ഇട്ട് കൊടുക്കാം. ഇവിടെ നിന്ന് താഴേക്ക് ഞാൻ 5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ചെസ്റ്റ് റൗണ്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ചെസ്റ്റ് റൗണ്ട് ഞാൻ 7 ഇഞ്ചാണ് എടുക്കുന്നത്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യലെത്തുമ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 8.5 ഇഞ്ച് ഞാൻ ചെസ്റ്റ് റൗണ്ടായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഈ പോയിൻറ്റുകളെ ഒരു എൽ ഷേപ്പിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് വേസ്റ്റ് ലെങ്ത് ആണ് മാർക്ക് ചെയ്യുന്നത്. വേസ്റ്റ് ലെങ്ത് ആയിട്ട് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് 12 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽത്തുമ്പോൾ കൂടെ ചേർത്തിട്ട് 12.5 ഇഞ്ച് ഞാൻ വേസ്റ്റ് ലെങ്ത് ആയിട്ട് എടുത്തു. വേസ്റ്റ് ലെങ്ത്ത് പോയിൻ്റ് ചെയ്ത അടുത്ത് തന്നെ ഞാൻ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. വേസ്റ്റ് റൗണ്ട് ഞാൻ 6 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽത്തുമ്പോൾ കൂടെ ചേർത്തിട്ട് 7.5 ഇഞ്ച് ഞാൻ വേസ്റ്റ് റൗണ്ടായിട്ട് മാർക്ക് ചെയ്തു. അടുത്തത് ബോട്ടം മാർക്ക് ചെയ്യാം. ബോട്ടം ഞാൻ 17 ഇഞ്ചാണ് എടുത്തത്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽത്തുമ്പോൾ കൂടെ ചേർത്തിട്ട് 18.5 ഇഞ്ച് ബോട്ടം റൗണ്ടായിട്ട് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബോട്ടം മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക് ഞാനൊരു 5-5.5 ഇഞ്ച് മുകളിലേക്കൊന്ന് ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് സൈഡ് ഓപ്പൺ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇപ്പോൾ പോയിൻ്റ് കൊടുത്തിട്ടുള്ള അതെല്ലാം ഒന്ന് യോജിപ്പിച്ച് ഒന്ന് ഷേപ്പായിട്ടൊന്ന് വരച്ചെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുത്താലോ? അതിന് മുന്നേ ഞാൻ ആം ഹോൾ ഞാൻ വരച്ചിട്ടില്ലേ അല്ലേ, അതുകൂടെ ഒന്ന് വരച്ചെടുക്കട്ടെ. അപ്പോൾ ആ എൽ ഷേപ്പ് വരച്ച ആ കോർണറിൽ നിന്ന് ഞാനൊരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആം ഹോളും ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം കേട്ടോ. ഇനി ഈ കുർത്തിക്ക് ഒരു ബെൽ സ്ലീവാണ് നമ്മൾ കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ സ്ലീവിന് ഇങ്ങനെയാണ് പറയുക എന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. 2003 ആ ഒരു സമയത്ത് ഞാൻ 6-ലോ 7-ലോ ഞാൻ പഠിക്കുന്ന സമയമാണ്. ആ സമയത്താണ് സ്വപ്നക്കൂട് സിനിമ റിലീസാവുന്നത്. അന്ന് എല്ലാവർക്കും ഉണ്ടായിരുന്നൊരു മോഡൽ ഡ്രസ്സ് ഉണ്ടായിരുന്നു. അതായത് ഒരു മിഡി, അതിനൊരു ടോപ്പ്. ആ ടോപ്പിൻ്റെ കയ്യിന് ഇതുപോലെയായിരുന്നു, താഴ്വശം ഇങ്ങനെ ലൂസായിട്ട് കിടക്കുക. അപ്പോൾ എല്ലാവരും സ്വപ്നക്കൂട് മോഡൽ എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോഴാണ് ഇതിന് ബെൽ സ്ലീവ് ആണെന്ന് പറയാമെന്ന് ഞാൻ മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു കുർത്തിക്ക് ബെൽ സ്ലീവ് മതി എന്നുള്ളത് അവൾ പറഞ്ഞിരുന്നു. ഒരു പിൻട്രസ്റ്റിലും അതിലൊക്കെ കാണുന്ന മോഡലുകൾ എനിക്കിങ്ങനെ പറഞ്ഞു തരും. ഞാൻ അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, അത്ര തന്നെ. അപ്പം ഇനി നമുക്ക് ഈ സ്ലീവൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ കുർത്തിക്ക് നെക്കിൻ്റെ അവിടെ വെക്കാനൊരു പീസ് വേണം. അത് നെക്കൊക്കെ വരച്ചിട്ട് തയ്ക്കാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ബാലൻസ് തുണി അവിടെ ഇരിക്കുന്നുണ്ട്. എന്നാലും ശരി, ഈ സൈഡിലൊക്കെ കട്ട് ചെയ്ത് കിട്ടുന്ന അവിടെ എവിടെന്നെങ്കിലൊക്കെ ഒരു ചെറിയ പീസ് കിട്ടുമെന്ന് കരുതിയിട്ട് ഞാൻ പിശുക്കി നോക്കുകയാണ്.
അങ്ങനെ നമ്മൾ കഴുത്തിനൊരു മോഡൽ കണ്ടെത്തിയിട്ടുണ്ട്. ഏത് മോഡൽ കഴുത്തടിച്ചു കൊടുത്താലും അവൾ പറയും ഇത് വേണ്ടായിരുന്നു, അത് മതിയായിരുന്നു, ഇത് മതിയായിരുന്നു. അപ്പോൾ ഇത്തവണ വളരെ എളുപ്പമായിട്ട് ചതുരമല്ല റൗണ്ടും അല്ല അങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ നമ്മൾ വരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഷോർട്ട് കുർത്തിക്കുള്ള കട്ടിങ്ങൊക്കെ നമ്മുടെ കഴിഞ്ഞു. ഇനി ഈ ഒരു മെറ്റീരിയൽ കൊണ്ടും അവൾക്കൊരു ഷോർട്ട് കുർത്തി വേണം. അതേപോലെ തന്നെ മതി, മാറ്റങ്ങളൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഒന്നും നോക്കണ്ട, നമ്മൾ ആദ്യം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പീസ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് അതങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഇത്തവണത്തെ ഈ ഒരു സ്റ്റിച്ചിങ്ങിന് എനിക്ക് നല്ലൊരു പണി കിട്ടിയിട്ടോ, നല്ല യമണ്ടം പണി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പണിയാണ് ഇന്നത്തെ സ്റ്റിച്ചിങ്ങിൽ എനിക്ക് കിട്ടിയത്. നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ കുർത്തിയുടെ ബോഡി പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചില്ലേ, അതിൻ്റെ നല്ല വശവും നെക്കിന് വേണ്ടിയിട്ട് നമ്മളൊരു പീസ് കട്ട് ചെയ്തിട്ടില്ലേ, അതിൻ്റെ നല്ല വശവും ചേർത്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. പക്ഷേ ഞാൻ ഈ കുർത്തിയുടെ നമ്മുടെ ഈ ബോഡി പാർട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ നല്ല വശം ഏതാണ് ചീത്ത വശം ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, രണ്ടും ഒരുപോലെ തന്നെ. അപ്പം ഞാൻ എൻ്റെ ധാരണയിലുള്ള ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തു. സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞു. ലാസ്റ്റ് നമ്മൾ കഴുത്തിൻ്റെ ആ ഒരു മോഡൽ നമ്മൾ കട്ട് ചെയ്യുമല്ലോ, കട്ട് ചെയ്തിട്ടാണ്, കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തില്ല, ഒരു ചെറിയൊരു ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇതെല്ലാം ഇതിൻ്റെ നല്ല ഭാഗം എന്ന് മനസ്സിലാക്കുന്നത്. അയ്യോ, കഴുത്തിൻ്റെ അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ ആകെ ഒരു സമാധാനം, ഇത് പുറത്തേക്ക് കൊടുക്കാനുള്ളതല്ല, ഇത് മോൾക്കുള്ളത് തന്നെയാണ്, അങ്ങനെയുള്ളൊരു സമാധാനമായിരുന്നു. അപ്പോൾ പിന്നെ വേറെ ഒന്നും ഇനി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വേറൊരു പീസിൽ വീണ്ടും നമ്മുടെ ഷോൾഡറൊക്കെ മാർക്ക് ചെയ്ത്, നെക്ക് വിഡ്ത്തൊക്കെ മാർക്ക് ചെയ്ത്, നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്ത് എത്രയാണ് അതൊക്കെ മാർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു പീസ് എടുത്ത് ഞാൻ വീണ്ടും അതിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനായി. കാരണം ഇത് പുറത്തേക്കുള്ളതാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, നമുക്ക് ഒരാൾ നമ്മളെ വിശ്വസിച്ച് നല്ലപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ കയ്യിൽ തന്നിട്ട് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരുമ്പോൾ അതൊരു വിഷമമുള്ളൊരു കാര്യമാണല്ലോ. അപ്പോൾ ഇത് നമുക്ക് തന്നെ ഉള്ളൊരു തുണി ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ ഇനി എന്തായാലും ഈ ഒരു അബദ്ധം ഇനി എനിക്ക് പറ്റില്ല. ഇനി മെറ്റീരിയൽ നന്നായി നോക്കിയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇതൊരു പാടായിട്ട് ഞാൻ അങ്ങോട്ട് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ നെക്ക് എന്തായാലും കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട്. ഫൈനലി നമ്മുടെ 2 കുർത്തി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ കഴുത്തിൻ്റെ ഭാഗം ഒന്ന് ഹെമ്മിങ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഹെമ്മിങ് ചെയ്യുന്നത്. കാരണം നമുക്കിപ്പോൾ ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വലിയ ശരീരത്തിന് വലിയ സുഖമൊന്നും ഇല്ല എന്നുള്ളത്. അപ്പോൾ ഒന്ന് ഡോക്ടറെ കാണിക്കണം, കുറച്ച് ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ടൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ. അപ്പോൾ ഇനി ഇത് വന്നിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഹോസ്പിറ്റലിലേക്ക് പോകട്ടെ. കുറച്ച് ദിവസങ്ങളായിട്ട് ശരീരത്തിന് ഭയങ്കര ക്ഷീണം, തളർച്ച, ശരീരത്തിന് ഭയങ്കര വേദന, തരിപ്പ് അതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഡോക്ടറെ കാണിച്ച് കുറച്ച് ടെസ്റ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെസ്റ്റ് റിസൾട്ട് ഇപ്പോൾ ഡോക്ടറെ കാണിച്ചിട്ട് വരുവാണേ. ടെസ്റ്റിൻ്റെ പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഡിയുടെ അളവ് വളരെ കുറവാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനും കുറച്ച് ടാബ്ലറ്റ്സുകളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ വരുന്ന വഴിയിൽ നമ്മൾ മീനൊക്കെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴത്തേക്കും നമ്മൾ വീട്ടിലെത്തി. വീട്ടിൽ നമ്മളിത് നേരത്തെ ഇതുപോലെ അങ്ങോട്ട് പരത്തിയിട്ടിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. കാരണം ഞാൻ ഉച്ചയ്ക്ക് ചോറിലൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മുടെ സ്റ്റിച്ചിങ്ങൊക്കെ ഒരുവിധമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. 4:30 നമ്മൾക്ക് ഡോക്ടറെ കാണിക്കേണ്ടിണ്ടായിരുന്നത്. ഇപ്പോൾ സമയം വൈകുന്നേരം 5 മണിയൊക്കെ ആയി. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ കറി വെക്കുന്നത് ഇന്നേക്ക് വേണ്ടിയിട്ടല്ല, നാളേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നാളെ എനിക്ക് കുറച്ചുകൂടെ സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ കറി വെക്കേണ്ട ഒരു ജോലി നാളെ ചെയ്യണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സമയത്ത് തന്നെ ഞാൻ ഈ ഒരു മീനൊക്കെ നന്നാക്കി കറി ഉണ്ടാക്കി വെക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരുപാട് സമാധാനത്തോടെയാണ് പണികളൊക്കെ ചെയ്യണത്. കാരണം എന്താ വെച്ചെങ്കിൽ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാബിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ കിഡ്നി ഫംഗ്ഷനും ലിവർ ഫംഗ്ഷനും അങ്ങനെ കുറച്ച് അധികം ടെസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അതായത് എനിക്ക് ശരീരത്തിലൊക്കെ നീര് വരിക, യൂറിൻ്റെ കളറൊക്കെ മാറി, അങ്ങനെയൊക്കെ, പിന്നെ തരിപ്പ്, കടച്ചിൽ, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ടെസ്റ്റൊക്കെ ഡോക്ടർ പറഞ്ഞു നോക്കുമ്പോൾ സത്യം പറഞ്ഞെങ്കിൽ ഞാൻ വിചാരിച്ചത് എൻ്റെ കിഡ്നിയോ ലിവറോ ഒക്കെ എന്തൊക്കെയോ കേടുപാട് പറ്റിയിരിക്കണു. അങ്ങനെയൊക്കെ ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ റിസൾട്ട് കിട്ടിയെന്ന് വെച്ചെങ്കിൽ നേരെ അത് ചാറ്റ് ജിപിയോട് ചോദിക്കുന്ന ഒരു ശീലമാണല്ലോ. അപ്പോൾ ഞാൻ അതിൽ കൊടുത്ത് നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും ഡോക്ടർ പറയുമ്പോഴാണല്ലോ നമുക്കൊരു സമാധാനം കിട്ടുക. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നോക്കുമ്പോൾ വൈറ്റമിൻ ഡിയുടെ കുറവ് മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോഴായിട്ടൊരു സമാധാനമായിട്ടുണ്ടായിരുന്നത്.
ഇതിപ്പോൾ രാവിലെ അടിച്ചൊരു തുടച്ചിട്ട സ്ഥലമാണ് കേട്ടോ. ഇപ്പം നമ്മുടെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കച്ചറായിട്ട് കിടക്കുന്നത്. പിന്നെ ഇപ്പോൾ വെക്കേഷനാണല്ലോ, അപ്പോൾ ലച്ചുവിൻ്റെ വക വേറെ കട്ടിങ്ങും വേറെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെയാണ് ഇങ്ങനെ കച്ചറകൾ. അപ്പോൾ അടിച്ചുവരലൊക്കെ കഴിഞ്ഞു. ഇനി ഈ സമയത്ത് തുടച്ചിടണില്ല കേട്ടോ, രാവിലെ തുടച്ചത് കാരണം. കറി അടുപ്പത്ത് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് പാത്രങ്ങൾ കൂടെ ഒന്ന് കഴുകിയെടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ അങ്ങ് കഴുകിയെടുക്കുകയാണ്. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കറി ഒന്ന് ഞാൻ ഉള്ളി കാച്ചി ഒഴിക്കട്ടെ. അതുകൂടെ കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ ഇനി എനിക്ക് അടുക്കളയിൽ വേറെ പണികളൊന്നുമില്ല കേട്ടോ. പിന്നെ ചോറും കറിയൊക്കെ, ഈ കറിയല്ല, ഉച്ചയ്ക്ക് വേറെ കറി ഉണ്ട്. അതൊക്കെ തന്നെയാണ് ഇപ്പോൾ രാത്രിയും കഴിക്കുക. ഇത് നാളേക്കുള്ള കറിയാണ്. അപ്പോൾ ഇതൊക്കെ കൂടി കഴിഞ്ഞ് നോക്കുമ്പോൾ എൻ്റെ അടുക്കളയത്തെ പണികളൊക്കെ കഴിഞ്ഞു. എല്ലാ പണികളും കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ കുർത്തി ഹെമ്മിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നിരുന്നത്. സ്റ്റിച്ചിങ്ങിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് ഈ ഹെമ്മിങ് ചെയ്യുക എന്നുള്ളത്. അത് കുറച്ച് പാടായിട്ടാട്ടോ എനിക്ക് തോന്നാറ്. അതായത് കുറേ സമയം ഇരുന്ന് ഇങ്ങനെ ചെയ്യണമല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഇതേ ഹെമ്മിങ് ചെയ്യലൊക്കെ കഴിഞ്ഞു. നമ്മുടെ ഫൈനൽ റിസൾട്ട് ഇതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ.